എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 8-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 8. സുധാസിന്ധോർമധ്യേ സുരവിടപിവാടീ പരിവൃതേ മണിദ്വീപേ ഉപവനവതി ചിന്താമണിഗ്രഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യ കതിജന ചിദാനന്ദലഹരീം. സുധാസിന്ധോർമധ്യേ സുരവിടപിവാടീ പരിവൃതേ മണിദ്വീപേ ഉപവനവതി ചിന്താമണിഗ്രഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യ കതിജന ചിദാനന്ദലഹരി. അല്ലയോ മഹാദേവി, അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ, അമൃത സമുദ്രം എന്ന് പറഞ്ഞാൽ പാലാഴിയുടെ നടുവിൽ കൽപ്പവൃക്ഷോദ്യാനത്തിൽ, കൽപ്പവൃക്ഷത്തിൻ്റെ തോട്ടത്തിൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ, കടമ്പ് വൃക്ഷം കൊണ്ടുള്ള ആരാമം പൂന്തോട്ടത്തിൽ ചിന്താമണി ഗ്രഹത്തിൽ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരന്മാർ ആഗ്നേയാദി 4 കോണുകളിൽ മുകളിലും താഴെയും സ്തംഭരൂപമായും മധ്യേ പുരുഷരൂപമായും 4 കാലുകളായിരിക്കുന്നതും ഉപരിഭാഗത്തിൽ സദാശിവൻ പലകയായി തീർന്നിരിക്കുന്നതുമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയായ നിന്തിരുവടിയെ ചില പുണ്യവാന്മാർ ഭജിക്കുന്നു. അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ കൽപ്പകവൃക്ഷോദ്യാനത്താൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ ചിന്താമണി ഗ്രഹത്തിൽ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരന്മാർ 4 കാലുകളായും സദാശിവൻ പലകയുമായുള്ള മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെ ഭജിക്കുന്നു. അപ്പോൾ പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ചില പുണ്യവാന്മാർ ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയായ നിന്തിരുവടിയെ ഭജിക്കുന്നു. എന്നുവെച്ചാൽ ദേവി ഇവിടെ എന്ത് ചെയ്യുന്നു? ആനന്ദലഹരി ഉണ്ടാക്കുന്നു, ആനന്ദലഹരിയെ കൊടുക്കുന്നു, ആനന്ദലഹരിയാണ് പ്രവഹിക്കുന്നത്. ആ ദേവിയെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം? അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ. അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ പാലാഴിയുടെ മധ്യത്തിൽ വൃക്ഷോദ്യാനത്താൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ, ആ രത്നദ്വീപിൽ ചിന്താമണി ഗ്രഹത്തിൽ, ആദ്യം പാലാഴിയുടെ നടുവിൽ വൃക്ഷോദ്യാനത്താൽ ചുറ്റപ്പെട്ട രത്നദ്വീപിൽ കടമ്പ് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ, വൃക്ഷങ്ങൾ കൊണ്ടുള്ള ആരാമത്തോടു കൂടിയ ചിന്താമണി ഗ്രഹത്തിലാണ് ബ്രഹ്മദേവി വസിക്കുന്നത്. അവിടെ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരന്മാർ 4 കാലുകളായും സദാശിവൻ പലകയുമായുള്ള മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ആ ദേവിയെ ചില പുണ്യവാന്മാർ ആനന്ദലഹരി, ദേവി ആരാണ്? ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയാണ്. അങ്ങനെ ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയായ ദേവിയെ ചില പുണ്യവാന്മാർ ഭജിക്കുന്നു. എന്നുവെച്ചാൽ എല്ലാവർക്കും ദേവിയെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ ദേവിയെ അറിയുന്ന, ദേവിയെ ഈ പറയുന്ന ജ്ഞാനാനന്ദ പ്രവാഹരൂപിണിയാണ് എന്നറിയപ്പെടുന്ന ചില പുണ്യവാന്മാർ ദേവിയെ ഭജിക്കുന്നു. ജ്ഞാനാനന്ദ പ്രവാഹരൂപിണി എന്ന് പറഞ്ഞാൽ ആനന്ദലഹരി. അവിടെ ദേവിയുടെ ആ ഒരു എന്താ പറയുന്നത്, ദേവിയിൽ നിന്നും പ്രവഹിക്കുന്ന ആ ആനന്ദലഹരി, ആ ജ്ഞാനാനന്ദ, ദേവിയിൽ നിന്നും കിട്ടുന്ന ജ്ഞാനം കൊണ്ടുള്ള ആനന്ദമാണ്
ആനന്ദലഹരി എന്ന് പറയുന്ന ആ ജ്ഞാനാനന്ദ ലഹരിയെ പ്രവഹിപ്പിക്കുന്നതാണ് ആര്? ദേവി. ഇപ്പം ജ്ഞാനമാകുന്ന ആനന്ദത്തെ പ്രവഹിപ്പിക്കുന്ന, ജ്ഞാനമാകുന്ന ആനന്ദത്തെ ഒഴുക്കിവിടുന്ന, അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന ആനന്ദത്തെ നമുക്ക് തരുന്ന ആ ആനന്ദലഹരിയിൽ, ദേവി ആനന്ദലഹരിയിൽ ആറാടി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ദേവിയെ, ജ്ഞാനാനന്ദ പ്രവാഹ രൂപിണിയായ ദേവിയെ ചില പുണ്യവാന്മാർ ഭജിക്കുന്നു. ഇവിടെ ചില പുണ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ദേവിയെ ഈ രൂപത്തിൽ കാണുമ്പോൾ ഹൃദയത്തിൽ ദേവിയുടെ ആ ത്രിപുരസുന്ദരിയുടെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന അവർക്ക് മാത്രമേ ദേവിയെ ഈ രീതിയിൽ ആനന്ദലഹരി അതായത് ജ്ഞാനാനന്ദ പ്രവാഹ രൂപിണിയാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ ദേവിയെ മനസ്സിലാക്കുന്ന, ദേവിയെ അറിയുന്ന ചില ഭക്തന്മാർ ദേവിയെ സ്തുതിക്കുന്നു, ദേവിയെ ഭജിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ജ്ഞാനാനന്ദം പകരുന്ന, ആനന്ദലഹരിയിൽ ആറാടിക്കുന്ന ആ ദേവിയെ നമുക്കും സ്തുതിക്കാം. നമുക്കും ദേവി പ്രസാദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുധാസിന്ധോർ മധ്യേ സുരവിടപി വാടി പരിവൃതേ മണിദ്വീപേ ഉപവനവതി ചിന്താമണിഗ്രഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യ കതിജന ചിദാനന്ദലഹരീം. എല്ലാവർക്കും മഹാത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.